ഗായ്സ്, ജെയ്മെയിൻ 2024 ജാനുവരി 27 ഷിഫ്റ്റ് 2 question number 30, that is last question. Okay, complex number like question ആണ്. Okay, what is that? Let the complex numbers alpha and 1 by alpha bar lie on the circles z minus z naught the whole square is equal to 4 and z minus z naught the whole square is equal to 16 respectively, where z naught is equal to 1 plus I, then the value of 100 modulus alpha square is equal to, okay, the value of 100 modulus of alpha square is equal to എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ലിസൺ, ശ്രദ്ധിക്കുക. എന്താണ് z minus z naught the whole square is equal to 4 അല്ലേ എന്നാണ് ഇവിടെ എന്താക്കിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ മോഡ് z സ്ക്വയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ z മൈനസ് z നോട്ട് ദ ഹോൾ സ്ക്വയർ അല്ലെ ഈസ് ഈക്വൽ ടു 4 അല്ലെ, ഇവരൊക്കെ മാറ്റി എഴുതാം. എങ്ങനെയാണ്? z മൈനസ് z നോട്ട് ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ്, z മൈനസ് z നോട്ട് ദ ഹോൾ ബാർ അല്ലെങ്കിൽ z ബാർ മൈനസ് z നോട്ട് ബാർ ദ ഈസ് ഈക്വൽ ടു വാട്ട് 4 എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ്, z ഇൻറ്റു z ബാർ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? z ഇൻറ്റു z ബാർ എന്ന് പറയുമ്പോൾ മോഡ് z സ്ക്വയർ ആണ് അല്ലേ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, z ഇൻറ്റു മൈനസ് z നോട്ട് എന്ന് പറയുമ്പോൾ z ഇൻറ്റു z നോട്ട് ബാർ അല്ലേ. ഇനി മൈനസ് z നോട്ട് z ബാർ. ഓക്കെ അല്ലേ? ഇനിയോ ഗൈസ്, ഓക്കെ, ഇനി മൈനസ് മൈനസ് ഐ പ്ലസ് ഐ z നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽഫ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ഇവനെ എന്താക്കുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സെഡിൻ്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, സെഡിന് ആൽഫ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ശ്രദ്ധിക്കുക, ഇവിടെ മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ അല്ലെ മൈനസ്, ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്, ആൽഫ സെഡ് നോട്ട് ബാർ. ഓക്കെ, മൈനസ് സെഡ് നോട്ട് ആൽഫ ബാർ. ഓക്കെ, ഇനി ദെൻ വാട്ട് ഇസ് സെഡ് നോട്ട്? സെഡ് നോട്ട് 1 പ്ലസ് ഐ ആണെന്ന് തന്നിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? √2 ആണ്. സോ മോഡുലസ് ഓഫ് സെഡ് നോട്ട് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? സിമ്പിളി എന്താണ്? 2 ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് 4. ഓക്കെ അല്ലേ? ഡൺ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ 2 റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് വാട്ട്, ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ ഓക്കെ, ഇത്രയും ഓക്കെയാണ് എന്ന് ഞാൻ തന്നെ വിചാരിക്കുകയാണ്. ലിസൺ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത എന്താണ് നോക്കണ്ടേ നോക്കാം. അടുത്തത് എന്താണ് നോക്കണ്ടേ നോക്കാം ഗൈസ്. ഓക്കെ, ലിസൺ. അടുത്തത് തൽക്കാലം അവൻ അവിടെ നിൽക്കട്ടെ. അടുത്തത് z മൈനസ് z നോട്ട് ഇതേപോലെ തന്നെ ഇവനെ മാറ്റി എഴുതാം അല്ലെ. ഏറെ z മൈനസ് z നോട്ട് ദ ഹോൾ സ്ക്വയർ അല്ലെ ഈസ് ഈക്വൽ ടു 16 അല്ലെ. അപ്പോൾ അതിന് അതേപോലെ മാറ്റി എഴുതാണ്. എങ്ങനെയാണ്? z മൈനസ് z നോട്ട് അല്ലെ ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ്, z ബാർ മൈനസ് z നോട്ട് ബാർ ഈസ് ഈക്വൽ ടു വാട്ട് 16 എന്ന് വരും. ഓക്കെ അല്ലെ? അപ്പോൾ അവിടെ നമ്മൾ ലിസൺ, ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 ബൈ ആൽഫ ബാർ ലൈ ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 1 ബൈ ആൽഫ ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ z എന്ന് പറയുമ്പോൾ ഞാൻ 1 ബൈ ആൽഫ ബാർ അല്ലെ മൈനസ് z നോട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത z ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ബൈ ആൽഫ ബാർ ദ ഹോൾ ബാർ അല്ലെ എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഇസ് ദാറ്റ്, 1 ബൈ ആൽഫ എന്ന് വരും അല്ലെ മൈനസ് z നോട്ട് ബാർ ഈസ് ഈക്വൽ ടു വാട്ട് 16. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. സോ വാട്ട് ഇസ് ദാറ്റ്, 1 മൈനസ് വാട്ട് ആൽഫ ബാർ z നോട്ട്. ഓക്കെ അല്ലേ ഇൻറ്റു 1 മൈനസ് ആൽഫ z നോട്ട് ബാർ അല്ലേ ഹോൾ ഡിവൈഡ് ബൈ ആൽഫ ബാർ ഇൻറ്റു ആൽഫ അല്ലെ എന്ന് പറയുന്നത് എന്താണ്? മോഡ് ആൽഫ സ്ക്വയർ എന്ന് വരും അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് 16 എന്ന് വരും. ഓക്കെ, ഇനി ആ മോഡ് ആൽഫ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടിക്കാൻ പറയൂ? 16 ഇൻറ്റു മോഡ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? മോഡ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത്രയും നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതേപോലത്തെ നമുക്ക് എന്താക്കാം? ഇവനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കൂ, 1 ഇൻറ്റു 1 അല്ലെ, വാട്ട് ഇസ് 1 ഇൻറ്റു 1 1. ഓക്കെ, ഇനി 1 ഇൻറ്റു മൈനസ് ആൽഫ സെഡ് നോട്ട് അല്ലെന്ന് പറയുമ്പോൾ മൈനസ് ആൽഫ സെഡ് നോട്ട് ബാർ എന്ന് വരും അല്ലെ. ഇനി മൈനസ് ആൽഫ ബാർ. ഓക്കെ, മൈനസ് ആൽഫ ബാർ ഇസെഡ് നോട്ട് എന്ന് ഇവിടെ വന്നു. ഓക്കെ അല്ലെ. ഇനി അടുത്തത് മൈനസ് ആൽഫ ബാർ ഇൻറ്റു ആൽഫ അല്ലെ, വാട്ട് ഇസ് ദാറ്റ്, മൈനസ് ആൽഫ ബാർ ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് വാട്ട് ആൽഫ ദ സ്ക്വയർ. ഇനി z നോട്ട് ഇൻറ്റു z ബാർ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് z നോട്ട് സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു വാട്ട് 16 മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ മക്കളെ, ഇവിടെ ഈ പറഞ്ഞ ഈ ചങ്ങാതി ഉണ്ടല്ലോടാ, ഏതാ? z നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് 2 ആണ് അല്ലേ. അപ്പോൾ സോ ഞാൻ എന്താക്കാണ്? ഈ z നോട്ട് സ്ക്വയറിൻ്റെ പകരം ഞാൻ എന്ത് കൊടുക്കാടാ? 2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ?
അപ്പം ഞാൻ പിന്നെ പക്ഷേ ഇവിടെ 2 മൈനസ് ആണ്, അപ്പോൾ ഇതെന്താണ് പ്ലസ് ആണ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, 1 മൈനസ്, ഓക്കെ, 1 മൈനസ് നോക്കൂ ആൽഫ സെഡ് നോട്ട് ബാർ, ഓക്കെ അല്ലെ, സെഡ് നോട്ട് ബാർ, ഓക്കെ, മൈനസ് ആൽഫ ബാർ സെഡ് നോട്ട്, ഓക്കെ, ഈസ് ഈക്വൽ ടു 14 ആൽഫ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി ശ്രദ്ധിക്കുക, 14 ആൽഫ സ്ക്വയർ എന്ന് വരും. നമുക്ക് ഓൾറെഡി തന്ന സംഭവം എന്തായിരുന്നു? കമോൺ, വാട്ട് ഇസ് ദാറ്റ്? നമുക്ക് മോഡുലസ് ഓഫ് ഓക്കെ, ഈ ചങ്ങാതിയെ ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുകയാണ്. ഓക്കെ, ഇവനെ ഞാനെടുത്ത് മാറ്റി എഴുതുകയാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കുന്നത്, എഴുതുന്നത്. ഞാൻ ഈ 2നെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ 2ന് ഓക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം ഇവനെ. ഓക്കെ, ഇവനെ ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടി എന്താവും, സ്മൂത്തായിട്ട് മനസ്സിലാവും. ഓക്കെ, ലിസൺ. ഓക്കെ, ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇവൻ എഴുതി വെക്കാം. ഓക്കെ അല്ലേ. ശ്രദ്ധിക്കുമോ, ഇവിടെ നമുക്ക് ആൽഫ സ്ക്വയർ ടേം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സൈഡിൽ വെക്കുകയാണ്, മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ അല്ലേ. ബാക്കി എല്ലാ ടേംസും ഞാൻ അപ്പുറം വെക്കുകയാണ്. അപ്പോൾ 2 പ്ലസ് ആൽഫ സെഡ് നോട്ട് ബാർ പ്ലസ് സെഡ് നോട്ട് ആൽഫ ബാർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണും ഇവിടെ മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ 2 പ്ലസ്, ഓക്കെ, ആൽഫ സെഡ് നോട്ട് ബാർ അല്ലടാ, ആൽഫ സെഡ് നോട്ട് ബാർ പ്ലസ് വാട്ട് സെഡ് നോട്ട് ആൽഫ ബാർ, അല്ലെങ്കിൽ ആൽഫ ബാർ സെഡ് നോട്ട്, ഒന്നുമില്ല, തിരിച്ചെഴുതി. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷൻസും ഞാൻ എന്താക്കണം, ആഡ് ചെയ്യാണ്. അപ്പോൾ 1 + 2 ഇവിടെ 3, ഇവ രണ്ടും 0 ആയിട്ട് പോയി അല്ലെ. ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ് 15 ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 = 15 ആൽഫ സ്ക്വയർ, ഓർ നമുക്ക് 5 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. സോ മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/5. നമുക്ക് വേണ്ടത് 100 ആൽഫ സ്ക്വയർ ആണ് അല്ലെ. 100 മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ ആണ്. സോ 100 മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 × 1/5 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇസ് വാട്ട് 20.